സാധാരണ മുസ്ലിം ലീഗിൻ്റെ പട്ടിക വരുന്നതിന് മുമ്പ് അത് ചാനലുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ബ്രേക്കിംഗ് ആയിട്ടൊക്കെ കിട്ടും, കാർഡൊക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ആർക്കും ഒന്നും കിട്ടിയില്ല. ഭയങ്കര സസ്പെൻസ്ഫുള്ളായിരുന്നു. ഒരാൾക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലിസ്റ്റ് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. കുന്നമംഗലത്തുകാർ അതിന് പ്രായശ്ചിത്തം ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ചതാണ്. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകനെ ഇത്തവണ അദ്ദേഹം ഏൽപ്പിക്കും. അങ്ങനെ തന്നെ നമുക്ക് പറയാം. അങ്ങനെ പറയാം. വേങ്ങരയിലാണ് പാർട്ടി ഞെട്ടിച്ചത്. KM ഷാജി, അതായത് ഒരു 1.5 വരവായിട്ട് എല്ലാവരും കാസർഗോഡ് KM ഷാജി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേങ്ങരയിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ. ആ പേര് പറയുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാവരും മനസ്സിലൊരു ചിരി, ഒരു പുഞ്ചിരി ഇങ്ങനെ വരുന്നു. അദ്ദേഹം ഒരു 5 വർഷം ഉണ്ടാക്കി വെച്ച ഒരു റിസൾട്ടാണത്. പേരാമ്പ്ര കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് സംതിങ് സ്പെഷ്യലാണ്. അതായത് മുസ്ലിം ലീഗ് പരിഗണിച്ച 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ. ഈ യൂത്തിൻ്റെ വൈബിലൂടെ പേരാമ്പ്ര ഇങ്ങ് പോരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്ന് അവസാനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ ആകാംക്ഷാപൂർവമായ 2-3 ദിവസങ്ങളാണ് കടന്നുപോയത്. ആ ഒരു ആ കാത്തിരിപ്പിന് കടമ്പുണ്ടായിരുന്നു, കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ ലിസ്റ്റ് വന്നപ്പോൾ മനസ്സിലാവുന്നത്. സാധാരണ മുസ്ലിം ലീഗിൻ്റെ പട്ടിക വരുന്നതിന് മുമ്പ് അത് ചാനലുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ബ്രേക്കിംഗ് ആയിട്ടൊക്കെ കിട്ടും, കാർഡൊക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ആർക്കും ഒന്നും കിട്ടിയില്ല. ഭയങ്കര സസ്പെൻസ്ഫുള്ളായിരുന്നു. ഒരാൾക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലിസ്റ്റ് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. പാർട്ടി പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കെല്ലാം സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ് വന്നത്. വലിയ പുതുമുഖങ്ങൾ, അതേപോലെ 2 വനിതകൾ, എല്ലാ തരത്തിലും ഒരു ഗംഭീര ലിസ്റ്റുമായിട്ടാണ് മുസ്ലിം ലീഗ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റിനെ വിലയിരുത്തുന്നത്? എത്രത്തോളം വിജയസാധ്യത ഉണ്ട്? തീർച്ചയായും, അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ UDF മുന്നണി എന്നുള്ള നിലക്ക് പരമാവധി 27 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കഴിവും പ്രതിഭാശേഷിയുമുള്ള ആളുകൾ മുസ്ലിം ലീഗിനകത്തുണ്ട്. പരിഗണിക്കപ്പെടേണ്ട ആളുകളുണ്ട്, പരിചയസമ്പന്നരായ ആളുകളുണ്ട്, യുവാക്കളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം വലുതല്ല മുസ്ലിം ലീഗിൻ്റെ ലിസ്റ്റ്. പക്ഷേ ഇവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടാവുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചലഞ്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഇതിൻ്റെ ഒരു ഹോംവർക്കിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല ലെയറുകളിലായിട്ട് ഡിസ്കഷനുകൾ നടത്തി, പലതരത്തിലുള്ള സർവേകൾ നടന്നു. അതോടൊപ്പം തന്നെ പലരുമായിട്ടും ആശയവിനിമയങ്ങൾ നടത്തി. അതായത് എങ്ങനെയായിരിക്കണം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടാണ് നമ്മൾ ഈ ലിസ്റ്റിലൂടെ കണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ CPM-ൻ്റെ ലിസ്റ്റ് വന്നു. CPM-ൻ്റെ ലിസ്റ്റിൽ ഒരു പുതുമയൊന്നും ഇല്ല. ഒരു 80% ആളുകളും എബോവ് 80%ഉം സിറ്റിംഗ് MLA ഒക്കെയാണ് മത്സരിച്ചത്. DYFIക്ക് ഒരു സനോജിനൊക്കെ സീറ്റ് കിട്ടിയത്. SFIക്ക് സീറ്റില്ല. മുസ്ലിം ലീഗ് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷന് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ യൂത്ത് ലീഗിൽ നിന്ന് ഒരുപാട് പ്രതിനിധികൾ. അപ്പോൾ എല്ലാം കൊണ്ടും വൈവിധ്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യില്ലേ? അതെ, CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയാവാൻ ആളെ കിട്ടാത്ത അവസ്ഥ പല സീറ്റുകളിലുണ്ട്. ചില സീറ്റുകൾ ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. താനൂരിൽ ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഇതുവരെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഞാനില്ലാന്ന് പറയാം, പിടിച്ചു കൊണ്ടുവരാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നതിന്. പിന്നെ തവനൂരിൽ ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് റിട്ടയർമെന്റ് എന്നോ പ്രഖ്യാപിച്ച ആളാണ് വീണ്ടും മത്സരം. അപ്പോൾ ഒരു പകരം ഒരാൾ എടുക്കാൻ പോലും ഇല്ലാത്തൊരു ദുർഗതി. അല്ല, അവിടെ VS ജോയി UDFന്റെ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് റിട്ടയർമെന്റ് ഷുവറായി. അതെ, ഇനി റിട്ടയർമെന്റ് ചെയ്യാം. അതായത് താനൂരിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നവാസ് വരുന്നതോടുകൂടെ പുള്ളി ആ പേടി കൊണ്ടാണ് പുള്ളി കഴിഞ്ഞ തവണ PK ഫിറോസിനോട് ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. ആ ട്രെൻഡും എല്ലാം കൂടി ആയിട്ട് 900 വോട്ടിനാണ് രക്ഷപ്പെട്ടത്. അതും ഭീകരമായി പണം ഒഴുക്കിയിട്ടൊക്കെ. ഇപ്രാവശ്യം അതിലും ഏൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു CPM-ൻ്റെ ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം. അവരിത് പ്രത്യേകിച്ച് ഒരു ഹോംവർക്കും ചെയ്യാതെ അങ്ങോട്ട് പെട്ടെന്ന് പ്രഖ്യാപിച്ചൊരു ലിസ്റ്റ് എന്നുള്ള നിലക്കാണ് നമ്മൾ കാണേണ്ടത്. മാത്രമല്ല അതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ യുവമുഖങ്ങൾ ഇല്ലാതെ പോയി. അത് ആളുകൾ ശ്രദ്ധിച്ചൊരു കാര്യം. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ പ്രാതിനിധ്യം
അത് വളരെ ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ യുവാക്കൾ മാത്രമല്ല, പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ, പരിഗണിക്കപ്പെടേണ്ട ആളുകൾ, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് പരിചയസമ്പന്നർ, പരിഗണിക്കപ്പെടേണ്ടവർ. ആദ്യം പറയേണ്ട പേര് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളയെ പോലെയുള്ള ആളുകൾ. അദ്ദേഹമൊക്കെ CPIയിൽ നിന്ന് വന്ന് പിന്നെ ഒരുപാട് കാലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന STUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്. കുറേ ആളുകൾ, ഇപ്പോൾ ഞാൻ ലിസ്റ്റിങ്ങനെ ഇപ്പോൾ AK അഷ്റഫ് ഒന്ന് പരാമർശിച്ച് പോയ എല്ലാവരും. AK അഷ്റഫ് തീർച്ചയായിട്ടും മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ ഇല്ല, നോ അതർ ഓപ്ഷൻ അങ്ങനെയാണ്. അതായത് അത്രത്തോളം മഞ്ചേശ്വരത്തുകാരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പേര് എന്നുള്ളത്. അതായത് ജനകീയൻ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ ഇപ്രാവശ്യം തോറ്റു പോകേണ്ടി വരും, തീർച്ചയായും, നോ ഡൗട്ട്, തീർച്ചയായും, അതിന് സംശയമല്ല. പിന്നെ കാസർഗോഡ് കല്ലട്ടർ മൈൻ ഹാജിനെ പറയുകയാണെങ്കിൽ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെപ്പോലെയുള്ള നേതാക്കളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിലനിർത്താൻ ഏറ്റവും ഒരു സഹായം ചെയ്ത നേതാവാണ് കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് കല്ലട്ടർ മൈൻ ഹാജി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാസർഗോഡ് ഭദ്രമാണ് എന്നുള്ളതാണ് ഈ 2 സീറ്റുകളും നമ്മൾ മനസ്സിലാക്കുന്നത്. അഴീക്കോട് അഡ്വക്കേറ്റ് കരീം ചേലേരി. അപ്പോൾ കരീം ചേലേരി ഇതേപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ലിസ്റ്റുകളാണ്. 1 പരിചയസമ്പന്നർ, 2 പരിഗണിക്കപ്പെടേണ്ടവർ, 3 പുതുമുഖങ്ങൾ. ആ പരിഗണിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ പെട്ട ആളാണ് കരീം ചേലേരി എന്ന്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഒരുപാട് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ MSFയിലൂടെ വന്ന്, അതായത് സംഘടനാ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും പിന്നെ അഡ്വക്കേറ്റായിട്ട്, അതായത് പ്രൊഫഷണലായിട്ടും ഒരുപാട് കാലം ജോലി ചെയ്ത് സർക്കാർ സർവീസ് റിസൈൻ ചെയ്ത് പാർട്ടിയിൽ സജീവം. അതായത് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി ആക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണത്താൽ സർക്കാർ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. പാർട്ടിക്ക് വേണ്ടി സർക്കാർ ജോലി ഉപേക്ഷിച്ച ആളെന്ന് വരെ വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാവുന്നതാണ്. പിന്നെ കൂത്തുപറമ്പിൽ ജയന്തി രാജൻ. ജയന്തി രാജൻ ഈ ലിസ്റ്റിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു പേരാണ്. തീർച്ചയായിട്ടും ജയന്തി രാജൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ പിന്നെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 വനിതകൾ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വനിതകളെ പരിഗണിച്ചു. അതിലൊന്ന് ജയന്തി രാജനാണ് എന്നുള്ളതാണ്. ജയന്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുസ്ലിം ലീഗിനെ ഹൃദയത്തിൽ പിന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരിയായിട്ട് നന്നായി പ്രസംഗിക്കുന്ന, എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജയന്തി രാജൻ എന്ന് പറയുന്നത്. പിന്നെ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള. പാറക്കലും ഇതുപോലെ തന്നെ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അത് അവിടുത്തെ സവിശേഷമായ ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ KK ലതികയെ പോലുള്ള ആളുകളെ തോൽപ്പിച്ചിട്ട് അവിടെ വിജയിച്ച ആളാണ് പാറക്കൽ അബ്ദുള്ള. അപ്പോൾ പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ പ്രവാസി ആയിട്ട് ഒരുപാട് കാലം കോഴിക്കോട് ജില്ലയിൽ ആദ്യം ജയിക്കുന്നത് കുറ്റ്യാടിയായിരിക്കും. തീർച്ചയായിട്ടും, അതെ. കാരണം മൂപ്പർക്ക് അത്രത്തോളം അനുഭവ സമ്പത്ത്, പ്രവാസിയായിട്ട് KMCCയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരുമായിട്ടുള്ള അടുത്ത ബന്ധം, അതാണ് പാറക്കലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ഫൈസൽ ബാബുവാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പിന്നെ കോഴിക്കോട്ടെ പിന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായ ലിസ്റ്റാണ് ഫൈസൽ ബാബുവിൻ്റെ. ഫൈസൽ ബാബു ഇതുപോലെ തന്നെ പിന്നെ യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പഞ്ചായത്ത് തലത്തിൽ നിന്ന് വളർന്നു വന്ന് ദേശീയ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി. പ്രത്യേകം പറയണം, യൂത്ത് ലീഗിനെ ദേശീയ തലത്തിൽ പ്ലേസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് ഫൈസൽ ബാബു. അദ്ദേഹത്തിന് അതിനുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ആക്കിയിട്ട്. തീർച്ചയായിട്ടും അതെ, അദ്ദേഹത്തിൻ്റെ കഴിവ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ നേതൃശേഷി, പ്രസംഗ പാടവം, ഇതൊക്കെ നിയമസഭയിൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പൊസിഷനിങ് നടത്തിയത്. പിന്നെ കുന്നമംഗലത്ത് MA റസാഖ് മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിയാണ് റസാഖ് മാഷ്. അതായത് മുഴുവൻ സമയം പൊതുപ്രവർത്തകൻ, മുഴുവൻ സമയം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ നോ ബ്രേക്ക്. രാവിലെ ഇതിൻ്റെ ഇടയിൽ ഒരു ഹാർട്ടിൽ ബ്ലോക്ക് ഒക്കെ വന്നിട്ട് കുറച്ച് ദിവസം കിടന്ന്, അത് റെസ്റ്റ് തിരിഞ്ഞതിന് മുമ്പ് അദ്ദേഹം അതിരാവിലെ വിളിക്കും. അത് റസാഖ് മാഷെ വിളി നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിളി അതിരാവിലെ ആയിരിക്കും. അതായത് അത്രത്തോളം അതിരാവിലെ മുതൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുന്ന ഒരാൾ, മുഴുവൻ സമയം പൊതുപ്രവർത്തനം, ദീർഘകാലം CS സെൻറ്റർ ഇന്ന് കാണുന്ന രൂപത്തിൽ
CS സെൻ്റർ ആക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ. അതെ, ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ കൊടുവള്ളിയിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ 500 വോട്ടിന് ചെറിയ വോട്ടുകൾക്ക് അത് പക്ഷേ കുന്ദമംഗലത്തുകാർ അതിന് പ്രായശ്ചിത്തം ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ചതാണ്. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകനെ ഇത്തവണ അദ്ദേഹം ഏൽപ്പിക്കും. അതെ അതെ, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ പറയാം. നിയമസഭയിൽ സമയമായി റസാഖ് മാഷ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. നോ ഡൗട്ട്. PK ഫിറോസാണ് കൊടുവള്ളിയിൽ. ഇപ്പോൾ കോഴിക്കോട്ടുകാരനായ ഫിറോസിന് കൊടുവള്ളിയിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, MSFലൂടെ വളർന്നു വന്ന MSFന് ഫിറോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ തെളിയുന്നൊരു ചിത്രമുണ്ട്. ഒരു ലോ കോളേജിൽ അടി കൊണ്ടിട്ട് തലയിൽ ചോര ഒലിച്ച് കിടക്കുന്നൊരു ഫിറോസ്. MSF നമ്മൾ TP അഷ്റഫ് അലിനെ പറഞ്ഞു ഒരു MSFനെ ഒരു സമരോത്സുക സംഘടനയാക്കി മാറ്റിയെന്ന്. അതിൽ ആ സമയത്ത് ഒരുമിച്ചുള്ള ആളുകളാണ് PK ഫിറോസും TP അഷ്റഫ് അലിയൊക്കെ. പുള്ളി അത് അവിടെ കൊണ്ട് നിർത്തിയില്ല എന്നുള്ളതാണ്. യൂത്ത് ലീഗിനെയും എന്ത് ചെയ്തു, ആ ലെവലിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ടേം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിറവേറ്റിയിട്ടുണ്ട്. ആ ഒരു തെരുവിലുള്ള സമരവും പ്രൊട്ടസ്റ്റും ഒക്കെ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്, PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ആകാംക്ഷാപൂർവ്വം ആ പ്രസ് മീറ്റിനെ നോക്കിക്കാണുമായിരുന്നു. ഒരു വെറും പ്രസ് മീറ്റ് ആയിരുന്നില്ല, എന്തെങ്കിലും ഭരണത്തിലിരിക്കുന്ന പോലെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ തുറന്ന് കാണിക്കാനുള്ളതാവും. KT ജലീലിനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫയർ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കൊടുവള്ളിക്ക്. യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിൽ ഒരുപാട് മാറ്റങ്ങൾ ഫിറോസിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫിറോസിന് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഫിറോസിനെ പോലുള്ളൊരു യുവ നേതാവ് കൊടുവള്ളിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല നിലക്കും കൊടുവള്ളിയിൽ കാലിടറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ തീർച്ചയായിട്ടും കൊടുവള്ളി കട്ടക്ക് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഫിറോസിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ കൊടുവള്ളി ഒറ്റക്കെട്ടായിട്ട് ഫിറോസിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കമോൺ കൊടുവള്ളി എന്ന് പറഞ്ഞിട്ട് ഫിറോസിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഫിറോസിനെ സംബന്ധിച്ചുള്ള നിയമസഭയിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന യുവ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഫിറോസ്. തീർച്ചയായിട്ടും അടുത്ത നിയമസഭയിൽ ഫിറോസിൻ്റെ ശബ്ദമുയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവമ്പാടിയിൽ CK കാസിം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടിയിൽ 4.5 പതിറ്റാണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കൂടരഞ്ഞിയിൽ. അതുപോലെ തന്നെ 4 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് 4 തവണയും ജയിച്ചിട്ടുണ്ട്. അതായത് പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു പോരാളിയെയാണ് തിരുവമ്പാടിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തിരുവമ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരുവമ്പാടിയുടെ ഒരു ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മലയോര മണ്ണാണ്. അവിടുത്തെ സാധാരണക്കാരുമായിട്ട് ഇത്തവണ അത് വെച്ച് മാറാനുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അവിടുത്തെ പ്രാദേശിക കമ്മിറ്റി വേണ്ട, നമ്മൾ ഇത്തവണ എന്തായാലും വിജയിക്കും എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കൊപ്പം നിലനിർത്തിയൊരു സീറ്റാണ്. അതായത് മലയോര ജനതയുടെ വിഷയങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പിതാക്കന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. അവരായിട്ട് ഒരു ഡെയിലി കണക്ഷനുള്ള ആളെന്ന് വേണമെങ്കിൽ പറയാം. മോയിൻകുട്ടി സാഹിബിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ ഉള്ള വ്യക്തിത്വം എന്നുകൂടി പറയാം. കാരണം മോയിൻകുട്ടി സാഹിബിനും അവിടുത്തെ പിതാക്കന്മാരുമായിട്ടും അല്ലെങ്കിൽ സാമുദായിക നേതൃത്വങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാത പിന്തുടരുന്ന ആളാണ്. അപ്പോൾ അവരായിട്ടൊക്കെ അത്രയും അടുത്ത ബന്ധമുള്ള ഒരാൾ, എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ. ആ നിലക്കാണ് CK കാസിമിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ നമ്മൾ കാണേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിഗണിക്കപ്പെടേണ്ട ലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്കാണ് CK കാസിമിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്. എറനാട്ട് PK ബഷീർ സാഹിബ്, നോ വേർഡ്സ്, ഒന്നും പറയാനില്ല. അതായത് അവിടെ ഉറപ്പിച്ച ഒരു സീറ്റാണ്. ബഷീർ സാഹിബ് എന്ന് പറഞ്ഞാൽ ഏറനാട്ടുകാരൻ ആണ്. അപ്പോൾ വേറെ സീറ്റ് അദ്ദേഹത്തിന് പാർട്ടി എല്ലാം കൊണ്ടും ഏറനാട്ടുകാരൻ, പ്രവൃത്തിയിലും സംസാരത്തിലും 100% വാപ്പയുടെ അതേ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട മനുഷ്യൻ. സിദി ഹാജിയുടെ ഒരു പ്രതിരൂപം എന്ന് പറയാൻ പറ്റുന്ന. ഏറ്റവും റീസെൻ്റ് ആയിട്ട് അദ്ദേഹം വയനാട് പ്രോജക്റ്റിൻ്റെ നടത്തിപ്പുകാരൻ അദ്ദേഹമായിരുന്നു, ഉപസമിതിയുടെ കൺവീനർ. തീർച്ചയായിട്ടും അതവിടെ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, അദ്ദേഹം അത് നടപ്പിലാക്കിയതൊക്കെ വളരെ വലുതാണ്, ജനങ്ങൾ കാണുന്നുണ്ട്, വളരെ വലുതാണ്. അപ്പോൾ ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലക്കും
എറനാട്ടുകാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കും പിന്നെ നിയമസഭയിൽ വളരെ ശോഭിക്കുവാനും UDFൻ്റെ ഒരു പിന്നെ ഭരണത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് നേതൃനിര ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മഞ്ചേരിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റഹ്മത്തുള്ള ഈ പരിഗണിക്കപ്പെടേണ്ട രണ്ടാമത്തെ പട്ടികയിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നു. തീർച്ചയായിട്ടും പാർട്ടി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുകയാണ്. 29ാമത്തെ വയസ്സിൽ സമീപപ്രദേശം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് 29ാമത്തെ വയസ്സ് മുതൽ മത്സരിച്ച് തുടങ്ങിയ ഒരാളാണ്. വയസ്സിൽ പൊന്നാനിയിൽ നിന്നും പാർലമെന്റിലോട്ട് മത്സരിച്ച വ്യക്തി, ഒരുപാട് തവണ മത്സരിച്ച് CPI മത്സരിച്ച് തോറ്റ ഒരാൾ ഇനി മത്സരിച്ച് ജയിക്കാൻ പോവുകയാണ്, നിയമസഭയിലേക്ക് എത്താൻ പോവുകയാണ്. വലിയ സന്തോഷമുള്ള ഒരു പ്രവർത്തകരിലൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. പിന്നെ കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി. കൊണ്ടോട്ടിയിൽ അഷ്റഫ് അലി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് നല്ലൊരു സീറ്റ് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ്. MSFന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂണിറ്റ് ക്യാമ്പസ് അടികൊണ്ട് വളർന്ന ആളാണ്. അങ്ങനെ MSF അടികൊള്ളാൻ തുടങ്ങിയത് അഷ്റഫ് അലിയുടെയും ഫിറോസ്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ MSFന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് അഷ്റഫ് അലിയുടെ കാലത്താണെന്ന് പറയാം. അപ്പോൾ ഹബീബ് റഹ്മാൻ്റെ ഒരു കാലം നമ്മൾ MSFൽ പറയാറുണ്ടെങ്കിലും അതിനുശേഷം എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് പിന്നെ അടി കൊണ്ടും കൊടുത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSFനെ ഒരു വലിയൊരു പടുത്തുയർത്തിയ ആളാണ് അഷ്റഫ് അലി. അല്ല, അതിനുശേഷവും ഇപ്പം അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ MSFന്റെ നാഷണൽ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. അതെ 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 ആ ഒരു പോസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പാർട്ടിയെ MSFനെ വളർത്താൻ അദ്ദേഹം ഉപയോഗിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഇപ്പോൾ പാർട്ടി വീണ്ടും ചുമതല കൊടുത്തു യൂത്ത് ലീഗിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി. അതും നന്നായി വർക്ക് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ആഗ്രയിലൊക്കെ വലിയൊരു മീറ്റൊക്കെ വെച്ച് നമ്മളൊക്കെ അതിന് പോയിരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായും 100% അർഹതക്കുള്ള ഒരു അംഗീകാരമാണ്. തീർച്ചയായും മുമ്പൊക്കെ ദേശീയമാക്കിയാൽ ഒതുക്കലാന്നൊക്കെയാണ് പറയാറ്. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുക അതൊന്നും അങ്ങനെയല്ല. അത് ഫൈസൽ ബാബുവിനും കൊടുത്തു, TP അഷ്റഫ് അലിക്കും കൊടുത്തു. തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരമാണ്. നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അഷ്റഫ് അലി പിന്നെ നിയമസഭയിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മഞ്ഞളാംകുഴി അലി മങ്കടയിൽ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ PKBയെ പറഞ്ഞതുപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇഴകിച്ചേർന്നാണ് കാലങ്ങളായിട്ട്, അങ്ങനെ തന്നെ പറയാം. മങ്കടയിൽ കൂടെ നിന്നപ്പോഴും അതെ അതിൻ്റെ ഇടയ്ക്കുന്ന് പെരിന്തൽമണ്ണ പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചു എന്നുള്ളത്. അതായത് പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ പിന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി, പലരും ഇദ്ദേഹത്തിന് തന്നെ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ വാല്യൂ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെ വാല്യൂ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ വാല്യൂ ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മങ്കടയിൽ അലി മാജിക് തുടരും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ. ആ പേര് പറയുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാവരും മനസ്സിലൊരു ചിരി, ഒരു പുഞ്ചിരി ഇങ്ങനെ വരുന്നു. അദ്ദേഹം ഒരു 5 വർഷം ഉണ്ടാക്കി വെച്ച ഒരു റിസൾട്ടാണത്. അതായത് ഒരു ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് ജസ്റ്റ് 38 ആ വോട്ട് തന്നെ ഇനിയിപ്പോൾ ഇയാൾ MLA തുടരുമെന്നൊക്കെ പേടിച്ചു ചില ആളുകൾ. കേസ് വന്നു. അവിടെ പിന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. നമുക്കൊരു പാർട്ടി ഒരു പൊസിഷൻ തരുമ്പോൾ പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ആ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ദൗത്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു പേര് അവിടെ നിന്ന് ഉയർന്നു വരാത്ത രൂപത്തിൽ പെരിന്തൽമണ്ണയെ മാറ്റിയെടുത്തു. കേരളത്തിലൊരു 10 MLA പേര് ഒരു പൊതു ലീഗുകാരനല്ലാത്തവരോട് പറഞ്ഞാൽ അതിലൊന്ന് നജീബ് കാന്തപുരത്തിൻ്റെ പേര്. അതെ. അതായത് ഒരു MLA എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ നജീബ് കാന്തപുരത്തിൻ്റെ ഫോട്ടോ പ്രത്യേകിച്ച് പ്രതിപക്ഷ MLA ഒന്നും കിട്ടാത്ത കാലമാണ്. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിച്ചു. CSR ഫണ്ടുകളായിട്ടും മറ്റ് കോർപ്പറേറ്റ് ഫണ്ടുകളും കൊണ്ടുവന്നിട്ട് ശിഹാബ് തങ്ങൾ, പിന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ IAS അക്കാദമി IASകാർ ഇങ്ങനെ ജയിച്ചിറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രതീക്ഷിക്കാത്ത റിസൾട്ട് പെരിന്തൽമണ്ണയിൽ നിന്നുണ്ടാവും. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതായത് മൊത്തം ആവേശമായിട്ടുണ്ട്. ടീമിനെ നയിക്കാൻ നായകൻ മലപ്പുറത്ത്. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മലപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞാലി സാഹിബിന് മറ്റ് മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു അവസരം വരികയാണ്. കാരണം ക്യാമ്പയിൻ ലീഡ് ചെയ്യേണ്ട ആളാണ്, മുന്നണിയെ ലീഡ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ആ നിലക്ക് മലപ്പുറം കുഞ്ഞാലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. വേങ്ങരയിലാണ് പാർട്ടി ഞെട്ടിച്ചത്. KM ഷാജി
അതായത് അതൊരു 1.5 വരവായിരുന്നു. എല്ലാവരും കാസർഗോഡ് KM ഷാജി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേങ്ങരയിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. KM ഷാജി വരുന്നു. വേങ്ങരയിൽ ഇടതു വർഷം പഴയ ഒരു SDPI സ്ഥാനാർത്ഥിനൊക്കെ പിടിച്ചു കൊണ്ടുവന്നിങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുമ്പോഴാണ് അവരെ തലയിൽ ഇടുത്തി വീണ പോലെയാണ് എൻട്രി. SDPI സ്വതന്ത്രനെ CPM സ്വതന്ത്രനായി മാറി. അല്ല, കഴിഞ്ഞ തവണ SDPI സ്വതന്ത്രനായിരുന്നു, ഇത്തവണ അത് CPM സ്വതന്ത്രനായി മാറി. അവർക്ക് അങ്ങനത്തെ പ്രിവിലേജുകളൊക്കെ ഉണ്ട്, എന്തും ചെയ്യാന്നുള്ളതാണ്. അത് എതിരാളികളെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല ഇത്തരം മണ്ഡലങ്ങളൊന്നും. പ്രത്യേകിച്ചും ഇപ്പോൾ ഷാജിയെ പോലുള്ള ഒരാളുകൾ വേങ്ങരക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ഷാജി അവിടെ വരുന്നത്. ഞങ്ങൾക്ക് ഷാജിയെ വേണം എന്ന് വേങ്ങരക്കാർ പറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിയമസഭയിൽ ഷാജി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ഷാജിയുടെ ഒരു ഇടവേള സത്യത്തിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഷാജി ഇല്ലാത്തതിൻ്റെ. അത് ആ ഒരു വിടവ് ഇനി ഷാജി നികത്തുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വള്ളിക്കുന്നിലേക്ക് വരുമ്പോൾ TV ഇബ്രാഹിം സാഹിബ്, അദ്ദേഹം കൊണ്ടോട്ടിയിൽ എനിക്ക് തോന്നുന്നു 1000-ലധികം കോടിയുടെ വികസനം കൊണ്ടോട്ടിയിൽ നടത്തിയിട്ടുണ്ട് TV ഇബ്രാഹിം സാഹിബ്. അപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു മാറ്റം എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വള്ളിക്കുന്നിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇബ്രാഹിം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച വള്ളിക്കുന്നും ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. അതെ, അടുത്ത മണ്ഡലങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വള്ളിക്കുന്നിൽ ആ ഒരു TV ഇബ്രാഹിം മാജിക് ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. തിരൂരങ്ങാടിയിലാണ് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നത്, PMA സമീർ. ഈ PMA സമീർ എവിടെ വരും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ച കൊണ്ടോട്ടിയാണ് അദ്ദേഹത്തിൻ്റെ നാട്. PMA സമീർ ആര് എന്നും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് PMA സമീർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയത്തിലൂടെയാണ് തീർച്ചയായിട്ടും വാഴയൂരിൻ്റെ മണ്ണിൽ മുസ്ലിം ലീഗിനെ ഉണ്ടാക്കിയെടുക്കുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് PMA സമീർ സാഹിബിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ വേയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഫറൂഖ് കോളേജിലായിരുന്നു, യൂണിറ്റ് നേതാവായിരുന്നു. പിന്നെ എന്തായാലും മുസ്ലിം ലീഗിലേക്ക് സജീവം, അതായത് പ്രൊഫഷണൽ മേഖല, അതായത് ഒരു CA-കാരൻ എന്നുള്ള നിലക്ക് ഒരു അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതാണ്. അതേപോലെ തന്നെ പാർട്ടിയുടെ ഈ ഫണ്ട് കളക്ഷനൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ പ്രധാന റോൾ വഹിച്ച ഷമീറിനെ റെക്കഗ്നൈസ് ചെയ്ത് എന്തിനു എന്ന ചോദ്യം അത് പലരും ഉന്നയിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടിക്ക് അതിൽ കൃത്യമായൊരു വിഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് ചെയ്ത കുറേ സേവനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം പാർട്ടിയുടെ ഈ ഒരു മാനേജ്മെൻറ്റ് തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ഫണ്ട് മാനേജ്മെൻറ്റ്, ഒരുപാട് ഫണ്ട് കളക്ഷനുകൾ പാർട്ടി ഇതിനിടക്ക് നടത്തി. ഹദിയ ഉൾപ്പെടെ, അതുപോലെ തന്നെ വയനാട് ഫണ്ട്, അതുപോലെ QMC ഫണ്ട്, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ പബ്ലിക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയ അബ്ദുൾ റഹീമിന്റെ ഒരു ദിയാമണിക്ക് വേണ്ടിയുള്ള കളക്ഷനൊക്കെ ലീഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ, അങ്ങനെ തന്നെ പറയാം, നമുക്ക് പാർട്ടിയെ ചലിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണ് PMA സമീർ. അത് കർട്ടന് പിന്നിലായിരുന്നു, പക്ഷേ പാർട്ടി അദ്ദേഹത്തെ കർട്ടന് മുന്നിലേക്ക് കൊണ്ടുപോയി. മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പക്ഷേ അപ്പോഴും ചില ആളുകൾക്ക് അപരിചിതനും കൂടിയാണ്, പുറത്ത് പലർക്കും അറിയില്ല. ആ അപരിചിതനായ കാരണം അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടല്ല ഇതൊക്കെ നേടുന്നത്, ഈ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി പാർട്ടിയെ ചലിപ്പിച്ചുകൊണ്ടാണ്. അതിനുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരൂരങ്ങാടിയിൽ KP മജീദ് സാഹിബിൻ്റെ പിൻഗാമിയായിട്ട് ചരിത്ര വിജയം നേടും. തിരൂരിൽ നേരത്തെ പറഞ്ഞ പോലെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് സൗമ്യനായ കഴിഞ്ഞ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരു പേരായിരുന്നു അദ്ദേഹം. കാരണം പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം അധ്വാനിച്ച അത്രത്തോളം പാരമ്പര്യമുള്ള ഒരാൾ അയാൾ വരുന്നു എന്നല്ല. അപ്പോൾ തിരൂരിൽ അദ്ദേഹത്തിന്റെ അസംബ്ലിയിലെ കുറേ ഇടപെടലുകൾ ഭയങ്കര ചർച്ചയാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു ട്രെയിൻ മലപ്പുറത്തെ കണക്ട് ചെയ്തിട്ടുള്ള ട്രെയിൻ സർവീസ് മെട്രോ വേണമെന്നൊക്കെ പറഞ്ഞ് അതിന് മുഖ്യമന്ത്രി ചുമ്മാ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ആദ്യം പരിഹസിച്ചു. പിന്നെ അത് പ്ലാനായിട്ട് വരുന്നത് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ ദീർഘവീക്ഷണമുള്ള ദീർഘവീക്ഷണമുണ്ട്. സാധാരണക്കാരനാണ്, പക്ഷെ എന്നാൽ ദീർഘവീക്ഷണമുണ്ട്. ജനങ്ങളായിട്ടുള്ള ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാണ് വീണ്ടും ഒരു തവണയും കൂടി പാർട്ടി കൊടുത്തത്. അപ്പോൾ തിരൂര് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാത്തൊരു സീറ്റാണ്. ഇനി താനൂരിലേക്ക് വരാം. താനൂരിൽ PK ഫിറോസ് സാഹിബ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
വളരെ ഒരു പൊരുതി തോറ്റെന്ന് ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ്. 900 വോട്ടിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പാർട്ടി ഈ പ്രാവശ്യം നിയോഗിച്ചിരിക്കുന്നത് PK നവാസിനെയാണ്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എന്ന് മാത്രമല്ല ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൽ പഠിച്ചവതരിപ്പിക്കുന്നതിൽ പുതിയ തലമുറയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് PK നവാസ് എന്ന് നമുക്ക് പറയാം. കാരണം അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് വെറുതെ എന്തെങ്കിലും പറയാം. MSFലും വർക്ക് ചെയ്തല്ലോ, പുള്ളിക്ക് കിട്ടിയൊരു കാലയളവ് അടയാളപ്പെടുത്തി ആ കാലം തന്നെയാണ് അവരുടെ ക്യാപ്ഷൻ. അപ്പോൾ ആ കാലം അടയാളപ്പെടുത്തി അതിനുള്ള അംഗീകാരം. സി മമ്മൂട്ടിക്കാണ് ഇതിനു മുമ്പ് പിന്നെ സീറ്റ് പാർട്ടി MSFകാരൻ എന്നുള്ള നിലക്ക് കൊടുത്തിട്ടുള്ളത്. സി മമ്മൂട്ടിക്ക് ശേഷം ഒരു അംഗീകാരം MSFന് കിട്ടുന്നത് പിന്നെ PK MSF കഴിവുള്ളവർക്ക് അംഗീകാരം കിട്ടട്ടെ എന്നുള്ളതാണ്. അല്ലാതെ പാർട്ടി ഒരിക്കലും MSF, യൂത്ത് ലീഗ്, KMCC എന്ന് നോക്കിയിട്ടല്ല ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പോൾ MSFൽ കഴിവുള്ള പ്രസിഡന്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം, യൂത്ത് ലീഗിൽ കഴിവുള്ള ആൾ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്ക് MSFൽ കഴിവുള്ള ഒരാൾ വന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പാർട്ടി അംഗീകരിച്ചു. ആ സീറ്റ് പിടിച്ചെടുക്കാൻ നവാസിന് കഴിയും. 2 ടേമിന് ശേഷം താനൂർ തിരിച്ചു പിടിക്കും. കാരണം താനൂർ ഇപ്പോൾ CPM നിർത്തിയ സ്ഥാനാർത്ഥി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീറ്റിന് സംശയരഹിതമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൂടെ പോരും, UDFൻ്റെ കൂടെ പോരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോട്ടക്കലിൽ വീണ്ടും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, എല്ലാവർക്കും സ്വീകാര്യനായ സൗമ്യനായ MLA. അതാണ് ആബിദ് ഹുസൈൻ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിരിയാണ് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരിക, അല്ലേ? അപ്പോൾ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടും സന്തോഷത്തോടു കൂടി ഒരു വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവ് അതാണ്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഒരു പ്രൊഫസർ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, ഇതൊക്കെ മണ്ഡലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലക്കാണ് കോട്ടക്കലിൽ വീണ്ടും ആര് വരുന്നത്? ആബിദ് ഹുസൈൻ തങ്ങൾ വരുന്നത്. മണ്ണാർക്കാട് എത്തുമ്പോൾ മണ്ണാർക്കാട് വീണ്ടും PKBയെ പോലെ നാലാമത് അവസരം കിട്ടിയ ഒരാളാണ് ഷംസുദ്ദീൻ, അതായത് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഞാൻ നോക്കുമായിരുന്നു. ഇതിനകത്ത് ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരുവിധം ആളുകളൊക്കെ അത്രത്തോളം വിദ്യാസമ്പന്നരും പിന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നവരും നിയമസഭാ പ്രതിനിധികളായിട്ടിരിക്കാൻ യോഗ്യരുമാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് പ്രത്യേകത അട്ടപ്പാടിക്ക് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെ അദ്ദേഹം നടത്തിയ മണ്ണാർക്കാട് പരിസരത്തുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം. മണ്ണാർക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട്ടെ പിന്നെ ഇത്രയും തുടർച്ചയായിട്ടൊരു മുസ്ലിം ലീഗ് MLA മണ്ണാർക്കാട് ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ പക്ഷേ ഷംസ് വന്നതിന് ശേഷം ആ മണ്ഡലം പിന്നെ ത്തെക്കുറിച്ച് വേറെ ആർക്കും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത്രത്തോളം മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വരവിൽ തന്നെ ഷംസ് അടയാളപ്പെടുത്തി. അപ്പോൾ കുന്തിപ്പുഴ പാലം, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നൊട്ടമല വളവ്, ഇങ്ങനെ ഒരുപാട്, അതായത് അവിടെ ഒരുപാട് കാലമായിട്ട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഒരു വികസന നായകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ 2ാമതും 3ാമതും ഷംസുവിന് അവസരം കിട്ടിയത്. 4ാമതും തീർച്ചയായിട്ടും മണ്ണാർക്കാട്ടുകാരുടെ കൂടെ ആവശ്യപ്രകാരമാണ് ഷംസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു തീരുമാനമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കളമശ്ശേരിയിൽ V അബ്ദുൽ ഗഫൂറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സാഹചര്യം അല്ല ഇബ്രാഹിം സാഹിബിന്റെ പേരിലൊക്കെ അനാവശ്യ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഇലക്ഷനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ ഒരു കരിസ്മ അവിടെ നിലനിർത്താൻ ഗഫൂറിന് സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. രാജീവാണ് എതിരാളി. ഗഫൂറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം പിന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം പരിഹരിച്ചിട്ട് അദ്ദേഹം അടങ്ങുള്ളൂ എന്നുള്ളത്. അതായത് അത് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തരും അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു ക്വാളിറ്റിയിൽപ്പെട്ടൊരു കാര്യമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ കൂടെ നിൽക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. അതാണ് ഇത്തവണ UDF
കോൺഗ്രസുമായി അത് വെച്ച് മാറും എന്നുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് പാർട്ടി അത് നിലനിർത്തുക ചെയ്തത്. അതെ അതെ. ഇപ്പോൾ ഗഫൂർ കളമശ്ശേരി പിടിക്കും, വീഴുന്ന മന്ത്രിമാരിൽ പി രാജീവ് മുന്നിലുണ്ടാവും എന്നുള്ളതാണ്. ഗുരുവായൂരിൽ വരുമ്പോൾ CH റഷീദ് സാഹിബാണ്. റഷീദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിത്വമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പരിഗണിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അതായത് മുമ്പ് ഒരിക്കൽ മത്സരിച്ചു, പിന്നെ പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്രാവശ്യം അതല്ല. ഇപ്രാവശ്യം അദ്ദേഹം തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടി മത്സരിച്ചു. ഹോംവർക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തിരുവങ്ങാടി PSMOയിൽ പഠിച്ച് പിന്നെ MSFലൂടെ വന്ന് യൂത്ത് ലീഗിലൂടെ വന്ന് പൊതുപ്രവർത്തനം എന്നുള്ള പറഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ, ജനങ്ങളുമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാൾ. ഗുരുവായൂരിനെ സംബന്ധിച്ചുള്ള ഒരു UDF അനുകൂല മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം പല കാരണങ്ങളാൽ ലോക്സഭയിൽ വലിയ ട്രെൻഡ് ഉണ്ടായപ്പോഴും മുരളീധരന് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്തത് ഗുരുവായൂർ. അതെ. അപ്പോൾ ചില കാരണങ്ങളാൽ മാറി മറിയുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഈ CH റഷീദിൻ്റെ ഒരു നേതൃശേഷിയൊക്കെ ഗുരുവായൂർ പിടിച്ചെടുക്കാൻ പ്രാപ്തമാണെന്നുള്ളതാണ് കാര്യം. പേരാമ്പ്ര കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് സംതിങ് സ്പെഷ്യലാണ്. അതായത് മുസ്ലിം ലീഗ് പരിഗണിച്ച 2 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ യൂത്ത് ലീഗിൻ്റെ നേതാവായിട്ടുള്ള, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയാണ്. നിലവിൽ കുറ്റിച്ചിറയുടെ ഹൃദയം കീഴടക്കിയ കൗൺസിലറാണ്. കുറ്റിച്ചിറയിലും അതേപോലെ കോർപ്പറേഷൻ ഹാളിലൊക്കെ ഇങ്ങനെ എന്താണ് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പാർട്ടി പുതിയ ചുമതല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വനിതാ നേതാക്കളിൽ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നടക്കണം. അതായത് ഫാത്തിമ തഹ്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ നേരത്തെ നവാസിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് അവരുടെ കുറേ റീലുകൾ ഇതിൽ കണ്ടിരുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. അതായത് കോർപ്പറേഷനിലെ ഇടപെടലുകൾ, കോർപ്പറേഷനിൽ വളരെ കൃത്യമായിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എന്താണ് പട്ടി കടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വലിയൊരു ഡിവിഷനാണത്, ഒരുപാട് വോട്ടേഴ്സ് ഉള്ള. അതെ അതെ, വലിയൊരു ഡിവിഷനാണ്. അപ്പോൾ കുറ്റിച്ചിറയുടെ ഹൃദയം കീഴടക്കി എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പേരാമ്പ്രയുടെ CH തുടങ്ങിയത് കുറ്റിച്ചിറയെന്നാണ്. അതെ, അത് വലിയൊരു അംഗീകാരമാണ് കുറ്റിച്ചിറയിലൊരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അപ്പോൾ പേരാമ്പ്രയുടെ ഹൃദയം കീഴടക്കാൻ അത് വലിയ അംഗീകാരം. കുറ്റിച്ചിറയുടെ മെമ്പറായി എത്ര മാസം കഴിഞ്ഞിട്ടുള്ളൂ? അതെ, കുറച്ചായിട്ടുള്ളൂ. 5-6 മാസം ആയിട്ടില്ല, അപ്പോഴേക്ക് അടുത്ത ഇത് തേടിയെത്തി. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുസ്ലിം ലീഗിന് ഒരു ഫൈറ്റിംഗ് സീറ്റാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഫാത്തിമ തഹ്ലിയയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് പേരാമ്പ്ര പിടിച്ചെടുക്കാൻ ഫാത്തിമക്ക് കഴിയുന്നുള്ളത്. അതെ, പ്രത്യേകിച്ച് TP രാമകൃഷ്ണൻ എന്ന വന്ധ്യവയോധികനായ ഒരു വീണ്ടും അപ്പോൾ റിപ്പീറ്റ് ചെയ്തൊരു സ്ഥാനാർത്ഥിയാണ്. ഈ യൂത്തിൻ്റെ വൈബിലൂടെ പേരാമ്പ്ര ഇങ്ങ് പോരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാം, പേരാമ്പ്രയ്ക്ക് ഒറ്റ പേര് എന്ന് പറയുന്നത്. അതെ, അത് നല്ലൊരു ക്യാപ്ഷനാണ്. നമുക്ക് കൃത്യമായിട്ട് പറയാം, മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 25 കാൻഡിഡേറ്റ്സ്, ഇനിയിപ്പോൾ 27ലേക്ക് 2 മാത്രമാണ് ബാക്കിയുള്ളതും. ഈ 25 പേരും പ്രാപ്തരാണ്. അത് ആദ്യം മുതലേ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, വിന്നബിലിറ്റിയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ചാനലുകാരും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയല് അവരുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചാണ്. സ്ട്രൈക്ക് റേറ്റ് ഇത്ര പെർസെൻറ്റേജ്, നേരത്തെ സലാം സാഹിബ് വരെ പറഞ്ഞു. ആ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഇത്തവണ ഉണ്ടാവും. തീർച്ചയായിട്ടും. അതായത് വിന്നബിലിറ്റി, അതായത് വിജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ഈ സ്ഥാനാർത്ഥികളെല്ലാം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.